സുഖമാണ് എല്ലാവർക്കും അല്ലേ? അപ്പൊ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വരച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമായിരിക്കും. നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് വരച്ചിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളോട് അസൈൻമെന്റ് ആയിട്ട് ചെയ്യാൻ പറഞ്ഞതാണ്. അപ്പൊ അത് വരച്ച് എല്ലാവരും സബ്മിറ്റ് ചെയ്യുക. അപ്പൊ ഇന്നത്തെ പുതിയ പ്രോബ്ലത്തിലേക്കാണ് നമ്മൾ ഇന്ന് ഇതെങ്ങനെ വരയ്ക്കാന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. A pictorial view of an object is given below. Draw the front sectional elevation, top view and left side view and dimension the views as per BAS. അതായത് ഇതിന്റെ ഫ്രണ്ട് സെക്ഷണൽ എലിവേഷനും ടോപ്പ് വ്യൂവും ലെഫ്റ്റ് സൈഡ് വ്യൂവും വരച്ചതിന് ശേഷം അതിനെ BAS പ്രകാരം ഡയമെൻഷൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞത് ഇതാണ്, ഇവിടെ നിന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്ത് നിന്ന് നോക്കിയിട്ട് ഈ സൈഡ് വ്യൂ, ഇതാണ് നമ്മുടെ സൈഡ് വ്യൂ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ചിത്രം വരയ്ക്കണേ എന്ത് വേണം? XY ലൈനുകൾ വരയ്ക്കണം. XY ലൈനുകൾ നമ്മൾ വരച്ചു. X', Y' ലൈനും വരച്ചു. ഇനി അതിന്റെ നമ്മളെ ഫ്രണ്ട് വ്യൂ ആണ് വരയ്ക്കേണ്ടത്. അപ്പൊ ലെഫ്റ്റ് സൈഡ് വ്യൂ നമുക്ക് ഇവിടെയാണ് ലെഫ്റ്റ് സൈഡ് വ്യൂ വരയ്ക്കേണ്ടത്. അതുകൊണ്ട് റൈറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യണം? ലെഫ്റ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കണം. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഫ്രണ്ട് വ്യൂ വരച്ചു. ഓക്കെ, ഫ്രണ്ട് വ്യൂ. അപ്പൊ നമ്മൾ ഇതിനെ എങ്ങനെ വരയ്ക്കണമെന്ന് നോക്കാം. ഇതിന്റെ ടോട്ടൽ ലെങ്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട് 110. നമ്മൾ ആ 110 ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചു. 110 സ്ട്രേറ്റ് ലൈനിൽ ഇതിന്റെ ഹൈറ്റ് കൊടുത്തിട്ട് ഈ സൈഡിലെ ഹൈറ്റ് കൊടുത്തിട്ട് 40. അപ്പൊ 40 നമ്മൾ ഹൈറ്റിൽ ഒരു ലൈൻ വരച്ചു. ഇവിടെ 40 ഹൈറ്റിൽ ലൈൻ വരച്ചു. ഇനി ഈ ഭാഗം എന്ന് പറയുന്നത്, ഇവിടുത്തെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 25 mm ആണ്. ഈ ഭാഗത്ത് നിന്നുള്ള നമ്മൾ കൊടുത്തിട്ടുണ്ട് 25 mm ആണ്. നമുക്ക് ഈ ചെരിച്ച് വരയ്ക്കാനുള്ളത് അവിടെ നിൽക്കട്ടെ എന്ന് വെക്കാം. ഇനി അത് നമ്മൾ നമ്മൾ സെക്ഷണൽ വ്യൂ എന്ന് പറഞ്ഞാൽ ഇതിന്റെ സെന്റർ കൂടെ കട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഇതിനൊന്നും സെക്ഷണൽ പ്ലെയിൻ കൊടുക്കാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ സെന്റർ ലൈനിൽ കൂടെ ഇതിലെങ്ങനെ സെന്റർ ആയിട്ട് കട്ട് ചെയ്യുന്നതായിട്ട് ഇമാജിൻ ചെയ്തിട്ട് നമ്മൾ വരയ്ക്കാം. സെക്ഷൻ പ്ലെയിൻ എല്ലാത്തിലും കൊടുക്കണം നിർബന്ധമില്ല. ചിലതിൽ കൊടുക്കും, ചിലതിൽ കൊടുക്കില്ല. ഫുൾ സെക്ഷണൽ വ്യൂവിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇവിടുന്നാണ് എന്റെ സെക്ഷണൽ പ്ലെയിൻ എന്നുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാം. ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ സെക്ഷൻ ചെയ്യാനുള്ള രീതിയിലായതുകൊണ്ട് ഇതിന്റെ സെന്ററിൽ നിന്ന് കട്ട് ചെയ്തതായിട്ട് നമുക്ക് അനുമാനിക്കാം. അപ്പൊ നമ്മൾ ഇവിടെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഹോൾ ഉണ്ട്. ഇവിടെ ഒരു ഡെപ്തിൽ ഈ ഒരു ചാല് പോലെ നമുക്ക് കാണുന്നുണ്ട്. ഇതിൽ അങ്ങേയറ്റം വരെ കാണുന്നത്. അപ്പൊ അത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ കട്ടിങ് നമുക്ക് കിട്ടും. ആ ഭാഗത്ത് നമുക്ക് കട്ടിങ് ഉള്ള പ്ലെയിൻ ഇല്ലാത്തതുകൊണ്ട് ഈ ഭാഗത്ത് കട്ടിങ് പ്ലെയിൻ ഇല്ലല്ലോ. സോളിഡ് ആയിട്ടല്ലേ കാണുക. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആർക്ക് പോലെയല്ലേ കാണുക. അപ്പൊ അത് നമ്മളിവിടെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് നമ്മളിവിടെ കൊടുത്തു. ആ ഹൈറ്റ് എത്രയാണ്? ഇതിന്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞത് എത്രയാണ്? 30 കൊടുത്തിട്ടുണ്ട്. 30. അപ്പൊ ഇവിടെ ഡയമീറ്റർ ആണ് 30 എടുത്തത്. അപ്പൊ നമ്മൾ ഈ ഹൈറ്റ് എത്രയായിരിക്കും? 30 ആകുമ്പോൾ ഈ ഡയമീറ്റർ 30 ആകുമ്പോൾ ഈ ഹൈറ്റ് എത്രയായിരിക്കും? ഇത് 15 ആയിരിക്കും അല്ലെ? ഇതിന്റെ റേഡിയസ് അല്ലേ ഇത്? ഈ പോയിന്റ് തൊട്ട് ഇവിടെ വരെയുള്ള റേഡിയസ് അല്ലേ? അപ്പൊ ഈ പോയിന്റ് തൊട്ട് ഇവിടെ വരെയുള്ള റേഡിയസ് ആണ്. അപ്പൊ ആ റേഡിയസ് നമ്മൾ എത്രയിലെടുത്തു? 15 നമ്മളിവിടെ വരച്ചു. 15 ഹൈറ്റിൽ നമ്മളിവിടെ സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ചു. ഇനി ഓക്കെ, ഇനി നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കിട്ടേണ്ടത്. ആ ഡിസ്റ്റൻസ് ഇവിടെ എത്രയാണെന്ന് കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടില്ല. ഇവിടെ നമ്മൾ 50 കൊടുത്തിട്ടുണ്ട്. 40ഉം 60 കൊടുത്തിരിക്കുന്നത്. യെസ്, 60 കൊടുത്തിരിക്കുന്നത്. 60 ഇവിടുത്തെ ഈ ഡിസ്റ്റൻസ്. അതായത് ഈ പോയിന്റിൽ നിന്ന് ഇവിടെ വരെയുള്ള കൊടുത്തിരിക്കുന്നത് 60 mm ആണ് ഡിസ്റ്റൻസ് കൊടുത്തിരിക്കുന്നത്. അതായത് ഈ പോയിന്റിൽ നിന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് 60 കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം ഈ സ്ക്വയറിന്റെ നമ്മൾ ഇവർ കൊടുത്തിരിക്കുന്നത് എത്രയാണ്? 40 കൊടുത്തിരിക്കുന്നത്. അപ്പൊ 40 കഴിഞ്ഞ് ഈ 60 നിന്ന് 40 പോയി കഴിഞ്ഞാൽ ഈ സ്ക്വയറിന്റെ ഈ ഡിസ്റ്റൻസ് പോയി കഴിഞ്ഞാൽ, അതായത് ഈ ഡിസ്റ്റൻസ് ആണ് 40 കൊടുത്തിരിക്കുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് 40. ഈ ഡിസ്റ്റൻസ് 40 പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള എത്രയാ? 20 ആണുള്ളത്. 60 നിന്ന് 40 പോയാൽ 20. അപ്പൊ ഇവിടേക്ക് 10 ആയിരിക്കും, ഇവിടുന്ന് ഇങ്ങോട്ടും 10 ആയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 10 mm ഇവിടുന്ന് ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് 10 mm വരച്ചു. അതുപോലെ തന്നെ 10 mm വരച്ചു. ഈ സൈഡിൽ നമുക്ക് പിന്നീട് വരയ്ക്കാം. ഇവിടുന്ന് 10 mm ഇങ്ങോട്ട് വരച്ചു. ഇനി ഇതിന്റെ ഹൈറ്റ് എത്രയാണ് കൊടുത്തിരിക്കുന്നത്? ഡയമീറ്റർ ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഇതിന്റെ ഹൈറ്റ് കൊടുത്തിരിക്കുന്നത് 30 ആണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ സ്ക്വയറിന്റെ ഹൈറ്റ് കൊടുത്തിരിക്കുന്നത് 30. അപ്പൊ ഇവിടുന്ന് 30 നമ്മൾ ലൈൻ വരച്ചു. ഈ 30 ലൈൻ വരച്ചിട്ട് നമ്മൾ ഈ ഡിസ്റ്റൻസ് എത്ര കൊടുത്തിരിക്കുന്നത്? 40 എന്ന് പറഞ്ഞു. 40. അപ്പൊ 40ലേക്ക് നമ്മളിവിടെ ലൈൻ വരച്ചു. 40ലേക്ക് ലൈൻ വരച്ചതിന് ശേഷം അതിനെ എന്ത് ചെയ്തു? ഇതിന്റെ അപ്പൊ ഡിസ്റ്റൻസ് ഹൈറ്റ് എത്ര നമുക്കറിയാലോ ഓൾറെഡി. എത്ര നമുക്കറിയാം? 30 ആണെന്ന് നമുക്കറിയാം. ഇവിടെ 30 കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ 30ലേക്ക് താഴേക്ക് ലൈൻ വരച്ചു. താഴേക്ക്, അതായത് ഇത്രയും ഇവിടുന്നാണ് നമ്മൾ വരച്ചു വരുന്നത്. അങ്ങനെ താഴേക്ക് 30ലേക്ക് ലൈൻ വരച്ചു. ഇനി ഇവിടുത്തെ ഈ ഡിസ്റ്റൻസ് നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണ് കിട്ടിയത്? ഈ 60 മൈനസ് 40. അപ്പൊ നമുക്ക് 20 കിട്ടും. ആ 20 ഇവിടേക്ക് 10ഉം ഇവിടേക്ക് 10ഉം. അപ്പൊ ആ 10 ഇവിടെ നമ്മൾ വരച്ചു വെച്ചു. ഈ സൈഡിലെപ്പത്തിലേക്കും 10 ആയിരിക്കും. അപ്പൊ ഇവിടെ വരെയുള്ള 10 നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ നമുക്ക് ഈ പോയിന്റ് കിട്ടി. അപ്പൊ നമ്മൾ ഇവിടെ വരെ ഓൾറെഡി നേരത്തെ വരച്ചു വെച്ചിട്ടുണ്ട്. ഹൈറ്റ് എന്നുള്ള ഇവിടെ വരെ വരച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഈ 10 എന്നുള്ള ഈ പോയിന്റിലേക്ക്, അതായത് ഈ രണ്ട് പോയിന്റുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരച്ച് നമുക്ക് ആ ചെരിഞ്ഞിരിക്കുന്ന ഭാഗത്തിന്റെ ഡിസ്റ്റൻസ് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി അതിനുശേഷം ഇതിന്റെ ഡയമീറ്റർ ഈ ടോട്ടൽ 30 ആണ്. അതിന് നമ്മൾ ഉള്ളിലുള്ള ഈ ഹോളിന്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ് കൊടുത്തിരിക്കുന്നത്? 20 പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഉള്ളിലുള്ള ഹോളിന്റെ, അതായത് ഈ ഹോളിന്റെ ഡയമീറ്റർ 20 പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്.
അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ മുകളിൽ നിന്ന് ഒരു 10 mm മാറുക, അതുപോലെ തന്നെ അടിയിൽ നിന്ന് ഒരു 10 mm മാറിയിട്ട് എവിടെയാണോ അവിടെ നമുക്ക് 2 ലൈൻ കിട്ടി. അപ്പൊ ഇതാണ് നമ്മുടെ ഹോൾ എന്ന് പറയുന്നത്. ഇനി ഹോളിന് അതുപോലെ തന്നെ ഇനി ഇതിന്റെ മുകളിലുള്ള ഹോൾ എന്ന് പറഞ്ഞാൽ എത്രയാണ് കൊടുത്തിരിക്കുന്നത്, 24 പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ 24 എന്നുള്ള ഇവിടെ നിന്നുള്ള പോയിന്റ് 24 നമുക്ക് സ്ട്രൈറ്റ് ലൈൻ കൊടുത്തു. അതിന് എത്ര ഡെപ്ത് വേണം, ഇതിന്റെ ഡെപ്ത് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഡെപ്ത് പ്രത്യേകിച്ച് പറയാത്തതുകൊണ്ട് നമുക്ക് ഈ ഒരു ഇത് മാത്രമാണ്, അതായത് ഈ ഒരു സ്ക്വയറിൽ മാത്രമാണ് ആ ഡെപ്ത് വരുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് ആ സ്ക്വയർ വരുന്ന ഭാഗത്ത് മാത്രം ഡെപ്ത് ആക്കിയിട്ട് നമുക്ക് വരയ്ക്കാം. എത്ര അതിന്റെ ഡെപ്ത് കൊടുത്തിരിക്കുന്നത്, 30 mm ആണ് ഡെപ്ത് കൊടുത്തിരിക്കുന്നത്, അതിന്റെ ഹൈറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ 30 mm നമ്മൾ ഈ ഹോള് വരച്ചു. ഓക്കെ, ഇവിടെ അതേപോലെ തന്നെ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് ഈ ലൈൻ കിട്ടും, അതുപോലെ ഈ ലൈനിനെ എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് ഈ ലൈനും കൂടി കിട്ടും. ഇനി ഈ ഡെപ്തിൽ നമുക്ക് അപ്പോൾ ഡെപ്തും കാര്യങ്ങളെല്ലാം കിട്ടി. ഇനി നമ്മൾ ഇതിനെ ഡയമെൻഷൻ ചെയ്യണം അല്ലെ. ഡയമെൻഷൻ നമ്മൾ ഹൈറ്റ് 25 mm കൊടുത്തു, അതുപോലെ തന്നെ ഇവിടുത്തെ ഇതിന്റെ ലെങ്ത് 110 mm, ഇതിന്റെ ഈ ഇവിടുത്തെ ഹൈറ്റ് 40 mm, ഇതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 30 mm കൊടുത്തു. ഈ ഹോളിന്റെ ഡയ ആണ് നമ്മൾ 5 ഇട്ട് കൊടുത്തിന് 20 ആണ്. ഇനി ഇവിടെ മുകളിലത്തെ ഹോളിന്റെയും 24 ആണ്. ഇനി 40 ഈ സ്ക്വയറിന്റെ 40 SQ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, അതായത് ഇത് 40 mm ലെങ്ത്തും വിടുത്തുമുള്ള ഒരു സ്ക്വയർ ആണ് അല്ലെ. ഇതൊരു സ്ക്വയർ അല്ലേ, സ്ക്വയർ അല്ലേ, അതിന്റെ വിടുത്തും ലെങ്ത്തും ഒരേ ഹൈറ്റ് ഇതല്ലേ കൊടുത്തേക്കുന്നത്. അപ്പോൾ 40 mm ഹൈറ്റ് ഉള്ള ഒരു സ്ക്വയർ ആണ് എന്നുള്ള രീതിയിലാണ് SQ എന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ 40 SQ എന്ന് കൊടുത്തതിന്റെ അർത്ഥം എന്താണ്, ഇത് 40 mm വിടുത്തും ലെങ്ത്തും വിടുത്തും ഉള്ള എന്ത് ചെയ്യാണ് ഒരു സ്ക്വയർ ആണെന്നുള്ള അതിന്റെ മുകളിലത്തെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 40 ആണെന്നുള്ളതാണ് ഈ കൊടുത്തിരിക്കുന്നതിന്റെ അർത്ഥം. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പറഞ്ഞു പ്രൊജക്ടേഴ്സ് വരയ്ക്കണം. എല്ലാ പോയിന്റുകളും നമ്മൾ താഴേക്ക് പ്രൊജക്ട്, നമ്മൾ പ്ലാൻ വ്യൂ ആണ് വരയ്ക്കേണ്ടത്. അപ്പോൾ പ്രൊജക്ടേഴ്സ് വരച്ചു. ഇനി നമ്മൾ അതിന്റെ ഹാച്ച് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഈ സെൻട്രൽ ലൈൻ ഇടുമ്പോൾ എല്ലാം പല ആൾക്കാരും ചെയ്യുന്നവർ ഞാൻ കണ്ടിരുന്നത്, സെൻട്രൽ ലൈൻ എന്ത് വെറുതെ ഒരു ലൈനാണ്, വെറുതെ ലൈൻ അല്ല സെൻട്രൽ ലൈൻ എന്ന് പറഞ്ഞാൽ. സെൻട്രൽ ലൈൻ എങ്ങനെയാണ് നമ്മൾ വരയ്ക്കേണ്ടത്, ചെയിൻ തീൻ ലൈനാണ്. ചെയിൻ അതായത് വലിയൊരു ലൈൻ ചെറിയൊരു ലൈൻ, വലിയൊരു ലൈൻ ചെറിയൊരു ലൈൻ, ഇങ്ങനത്തെ ചെയിൻ ലൈൻ, അത് തിന്നായിട്ടുള്ള ചെയിൻ ലൈൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ സെൻട്രൽ ലൈൻ മാർക്ക് ചെയ്യുന്നത്. ഈ ഹോളുകൾ വരുന്ന സ്ഥലങ്ങളാണ് അധികം നമ്മൾ എന്ത് ചെയ്യുക, സെൻട്രൽ ലൈൻ ആയിട്ട് എഴുതുക. ഇനി ഓക്കെ, നമുക്ക് ഇതിന്റെ പ്രൊജക്ടേഴ്സ് വരച്ചു. ഈ പോയിന്റ് എന്ന് വരച്ചു. അതുപോലെ തന്നെ ഓരോ പോയിന്റുകൾ എഡ്ജുകൾ വരുന്ന സ്ഥലങ്ങളിലെല്ലാം നമ്മൾ എന്ത് ചെയ്തു, പ്രൊജക്ടേഴ്സ് നമ്മൾ വരച്ചു. ഇവിടുന്ന് വരച്ചു, ഈ പോയിന്റ് വരച്ചു, ഈ പോയിന്റുകളിൽ നിന്ന് പ്രൊജക്ടേഴ്സ് വരച്ചു, ഇതിന് പ്രൊജക്ടേഴ്സ്, ഇതിന്റെ പ്രൊജക്ടേഴ്സ്. ഇനി അവന്റെ വിടുത്ത് എത്രയാണ് കൊടുത്തിരിക്കുന്നത്, 60 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ 60 ഡിസ്റ്റൻസിൽ ഒരു ലൈൻ വരയ്ക്കാം. 60 ഹൈ ഡിസ്റ്റൻസിൽ ഒരു ലൈൻ വരച്ചു. ഇവിടെ അതുപോലെ തന്നെ 60 ഡിസ്റ്റൻസിൽ വരച്ചു. നമുക്ക് ഇതിന്റെ ഈ ലെങ്ത് എത്രയാണെന്നുള്ള നമുക്ക് കൃത്യമായിട്ട് അറിയാം, എത്രയാണ്, 110 ആണ്. അപ്പൊ ഈ 110 നമുക്ക് ലൈൻ വെച്ചു. ഈ അങ്ങനെ സ്ക്വയർ ഒരു റെക്ടാങ്കിൾ നമ്മൾ വരച്ചുണ്ടാക്കി. ഇനി നമുക്ക് ഇവിടുത്തെ ഈ ലൈന് ഇവിടെ പ്രൊജക്ടേഴ്സ് എവിടെയാണോ വന്നിരിക്കുന്നത് അവിടെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ കൊടുത്താൽ മതി. അതായത് നമ്മുടെ ഈ ചെരിഞ്ഞ ഭാഗം കിട്ടാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മുടെ ചെരിഞ്ഞ ഭാഗം. ആ ചെരിഞ്ഞ ഭാഗം റെക്ടാങ്കിൾ ആയിട്ടാണ് നമ്മൾ കാണുക. അത് എവിടെ കിട്ടും എന്നുള്ളത് നമുക്ക് പ്രത്യേകിച്ച് അളവെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇവിടുന്ന് വരച്ചേക്കുന്ന പ്രൊജക്ടേഴ്സ് നേരെ ആ ലൈൻ വരച്ചാൽ മതി. ഇനി അതുപോലെ തന്നെ ഇവിടുന്നുള്ള ഈ പ്രൊജക്ടേഴ്സിന് നേരെ നമുക്ക് ഈ സ്ക്വയർ വരച്ചാൽ മതി. അപ്പൊ ഈ സ്ക്വയറിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യും, നമ്മൾ ഇതിനൊരു സെൻട്രൽ ലൈൻ ഇട്ട് കൊടുക്കുക. ഏതിന്റെ സെൻട്രൽ ലൈനാണ്, അതായത് ഈ അടിയിലുള്ള ഈ ഒരു ഹോൾ ഉണ്ടല്ലോ, ഈ ഹോളിന്റെ സെൻട്രൽ ലൈൻ നമുക്ക് ഇതിനകത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. 60ന്റെ നേരെ പകുതിയിൽ 30 നമുക്ക് ആ സെൻട്രൽ ലൈൻ ഇട്ട് കൊടുക്കാം. ആ സെൻട്രൽ ലൈനിൽ നിന്ന് കറക്റ്റ് ആയിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് വളക്കുക. എത്രയാണ് അളക്കണ്ടേ, ഇതിന്റെ ഡിസ്റ്റൻസ് എത്രയാണ്, 40 അല്ലേ. അപ്പൊ നമുക്ക് എത്ര 20 അളക്കാം. ഇവിടുന്ന് ഇങ്ങോട്ട് 20, ഇവിടുന്ന് ഇങ്ങോട്ട് 20, ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് 20, ഇവിടുന്ന് ഇങ്ങോട്ട് 20. അപ്പൊ അതിനകത്ത് നമുക്ക് ആ ലൈനുകൾ കിട്ടി. ഇനി ഇവിടുന്നുള്ള ഈ ലൈൻ കിട്ടാൻ വേണ്ടിയിട്ട്, ഈ ഡിസ്റ്റൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എത്രയാണ്, 40 ആണ്. അപ്പൊ ഈ ഡിസ്റ്റൻസ് നമുക്ക് 40 നമുക്ക് ഇവിടെ ലൈൻ വരച്ചു. ഇവിടെ കിട്ടുന്ന ആ ലൈൻ ഉപയോഗിച്ച് 40 നമ്മൾ വരച്ചു. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ ഉള്ളിലുള്ള ഈ ഹോള്, അതായത് ഈ മുകളിലുള്ള ഹോളാണ് നമുക്ക് കാണാൻ പറ്റുക. ആ ഹോൾ എത്രയാണ് ഡയമീറ്റർ കൊടുത്തിരിക്കുന്നത്, 24. അപ്പൊ നമ്മൾ കോമ്പസ് ഉപയോഗിച്ച് വൃത്തം വരച്ചു. ഇനി നമുക്ക് ഉള്ളിലുള്ള ഹോൾ 20 ആണ്. അപ്പോൾ 20 ആകുമ്പോൾ അതുകൊണ്ട് ഈ പോയിന്റ്, അതായത് ഈ സെൻട്രൽ ലൈനിൽ നിന്ന് 10 ഇങ്ങോട്ടും 10 ഇങ്ങോട്ടും വരച്ച് നമ്മൾ ഡാഷ്ഡ് ലൈനിൽ ആ ഹോള് കാണിച്ചു. കാരണം എന്താ ഡാഷ്ഡ് ലൈൻ കാണിക്കാൻ കാരണം, അത് നമുക്ക് മുകളിൽ നോക്കുമ്പോൾ ഡയറക്റ്റ് കാണാൻ പറ്റില്ല. ഈ ഹോള് നമുക്ക് മുകളിൽ നോക്കുമ്പോൾ ഡയറക്റ്റ് കാണുന്ന അവിടെ ഹോൾ ഉണ്ട് താനും. അപ്പൊ അതുകൊണ്ട് അത് ഡാഷ്ഡ് ലൈൻ കാണിച്ചു. ഇനി അടിയിലുള്ള ഈ ഹോള് നമുക്ക് എങ്ങനെയാ കാണിക്കാൻ പറ്റുള്ളൂ, അതിന്റെ ഡയമീറ്റർ എത്രയാ, ഡയമീറ്റർ 30 ആണ്. അതായത് ഈ സെൻട്രൽ ലൈനിൽ നിന്ന് ഇങ്ങോട്ട് 15ഉം ഇവിടുന്ന് ഇങ്ങോട്ട് 15ഉം, അങ്ങനെ 15 വരുന്ന സമയത്ത് നമുക്ക് അതിനെ നമ്മൾ വീണ്ടും ഡാഷ്ഡ് ലൈൻ കൊണ്ട് കാണിച്ചു. കാരണം ത്രൂ ഔട്ട് ഉണ്ട്, അതായത് ഈ ഒബ്ജക്റ്റിന് ത്രൂ ഔട്ട് അങ്ങനെ ഒരു ഹോളുണ്ട്, അതിനെ നമ്മൾ അങ്ങനെ കാണിച്ചു. ഇനിയിപ്പോ ഇത്രയും കാര്യങ്ങൾ ഇനി അതിനെ ഡയമെൻഷൻ ചെയ്യാം. ഇതിപ്പോ ഇവിടെ നമുക്ക് അളന്ന് നമുക്ക് ഡയമെൻഷൻ ചെയ്യാം, എത്രയാണെന്നുള്ള അളക്കാം. ഇവിടെ നിന്നുള്ളത് നമുക്ക് 60 എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം. 60ഉം ഇത് ഇത്രയും 60 ആണെങ്കിൽ ബാക്കി ഭാഗം ടോട്ടൽ 110 ആണ്. അപ്പൊ ഇവിടെ 60 നമുക്ക് ഓൾറെഡി ഇവിടെ അറിയാവുന്നതാണ്. അപ്പൊ ഇങ്ങോട്ടുള്ള ഭാഗം എത്രയായിരിക്കും, 50 ആയിരിക്കും. ഇനി നമുക്ക് ഇതിന്റെ പ്രൊജക്ടേഴ്സ് വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം,
എവിടേക്കുള്ള പ്രൊജക്ട്സ് നമ്മൾ എവിടെയാണ് ലെഫ്റ്റ് സൈഡ് വ്യൂ വരയ്ക്കാൻ, അതായത് ഇവിടെ നിന്നുള്ള വ്യൂ ആണ് വരയ്ക്കാൻ പറയുന്നത്. ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡ് വ്യൂ. അത് എവിടെ വരയ്ക്കണം? റൈറ്റ് സൈഡിൽ വരയ്ക്കണം. ഇവിടെ ആയിരിക്കും വരയ്ക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ 45 ഡിഗ്രിയിൽ ലൈൻ വരച്ചു. ലൈൻ വരച്ച ശേഷം ഇവിടെ നിന്നുള്ള പ്രൊജക്ടേഴ്സ് ആ 45 ലൈൻ വരെ എക്സ്റ്റെൻഡ് ചെയ്തു. 45 ഡിഗ്രി ലൈൻ വരെ എക്സ്റ്റെൻഡ് ചെയ്തു. ഇനി എല്ലാ പോയിന്റുകളിൽ നിന്നും ഇങ്ങോട്ട് പ്രൊജക്ടേഴ്സ് വരച്ചു. അത് ഇവിടെ ഈ പോയിന്റിൽ നിന്ന്, ഈ സ്ക്വയറിന്റെ ഈ പോയിന്റിൽ നിന്ന്, അല്ലെങ്കിൽ ഈ എക്സ്റ്റെൻഡ്, അതായത് ഈ ഉള്ളിലുള്ള വൃത്തത്തിന്റെ ആ നമ്മൾ ഡോട്ടഡ് ആയിട്ട് വരച്ച ആ പോയിന്റിൽ നിന്ന്, അതായത് നമ്മുടെ ഈ ചെറിയ വൃത്തത്തിന്റെ ഈ ഹോളിന്റെ എക്സ്റ്റെൻഡഡ് ആയിട്ട് ആ അവിടെ നിന്ന് അങ്ങനെ ഓരോ പോയിന്റും നമ്മൾ പ്രൊജക്ടേഴ്സ് വെച്ച് ഇനി നമ്മൾ വെർട്ടിക്കലായിട്ട് എന്ത് ചെയ്യണം? 90 ഡിഗ്രിയിൽ മുകളിലേക്ക് കൊണ്ടുപോകണം. ഈ പ്രൊജക്ടേഴ്സിനെ നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോയി. എല്ലാ പോയിന്റിൽ നിന്നും കിട്ടിയിരിക്കുന്ന പ്രൊജക്ടേഴ്സിനെ നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോയി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? പ്ലാൻ വ്യൂ അല്ലെങ്കിൽ എലിവേഷൻ എന്നുള്ള പ്രൊജക്ടേഴ്സ് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം. അതായത് എലിവേഷൻ എന്നുള്ള ഓരോ പോയിന്റും നമ്മൾ പ്രൊജക്ടേഴ്സ് വരച്ചു. ഓരോ എഡ്ജുകളിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തു? പ്രൊജക്ടേഴ്സ് വരച്ചു. ഈ പോയിന്റിൽ നിന്ന് ഈ എഡ്ജുകളിൽ നിന്ന് എവിടെയൊക്കെ എഡ്ജുകളുണ്ടോ അവിടെ നിന്നെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? പ്രൊജക്ടേഴ്സ് നമ്മൾ വരച്ചു. അപ്പൊ ഈ പ്രൊജക്ടേഴ്സ് നമ്മൾ ഇവിടെ കൂട്ടിമുട്ടും. ഇനി നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ ഇതൊരു റെക്റ്റാങ്കിൾ ആയിട്ടും അതുപോലെ തന്നെ ഇതൊരു റെക്റ്റാങ്കിൾ ആയിട്ടും ഈ മുകളിലുള്ള ഒരു സ്ക്വയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് നോക്കാം എങ്ങനെയാണ്. അപ്പൊ ആ റെക്റ്റാങ്കിളിന്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 60 ആയിരിക്കും. ഇവിടെ കൊടുത്തിരിക്കുന്ന 60 ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇത് ഹൈറ്റ് 60 ആണെന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ഡയമീറ്റർ 30 ആണ്. അപ്പൊ ഇതിന്റെ എത്ര എടുക്കേണ്ടത്? എത്ര ഹൈറ്റിലാണ് ഇത് ആർക്ക് വരയ്ക്കേണ്ടത്? 15 mm ഹൈറ്റിലാണ് ഈ ആർക്ക് വരയ്ക്കേണ്ടത്. 15 റേഡിയസ് വെച്ചിട്ടാണ് ഈ ആർക്ക് വരയ്ക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് കൊടുത്തിരിക്കുന്ന ഈ ലൈനാണ്. അത് നമുക്ക് നോക്കിയാൽ ഇവിടെ അതായത് ഈ ചെരിവ് തുടങ്ങുന്നിടത്തുള്ള ലൈനാണ്. അതായത് ഈ ലൈനാണ് നമുക്ക് കിട്ടുന്നത്. എത്ര ഹൈറ്റിലാണെന്നുള്ളത് 25 mm ഹൈറ്റാണ്. പ്രത്യേകിച്ച് അളക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇവിടുന്ന് വരണ ഈ പ്രൊജക്ടേഴ്സ് നോക്കിയിട്ട് അവിടെ ആ ലൈൻ വരച്ചു കൊടുത്താൽ മാത്രം മതി. ഓക്കെ, ഇനി നമുക്ക് ഈ ടോപ്പിൽ വരുന്ന ഈ പോയിന്റ് ആണ് നമുക്ക് കിട്ടേണ്ടത്. ആ പോയിന്റ് ഏതെന്ന് വെച്ചാൽ അതായത് ഈ ലൈനാണ് നമുക്ക് കിട്ടുന്നത്. ഈ ലൈൻ, ആ ലൈനിന് ഈ ടോപ്പിൽ നിന്ന് വരുന്ന പോയിന്റിന്റെ പ്രൊജക്ടേഴ്സിന്റെ അവിടെ നമ്മൾ ലൈൻ വരച്ചു കൊടുക്കുക. ഇനി അടുത്ത് നമുക്ക് കിട്ടേണ്ടത് ഈ സ്ക്വയർ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ സ്ക്വയറിന് നമുക്ക് ഇവിടെ ഈ സ്ക്വയർ ഇവിടുന്ന് തുടങ്ങുന്നുണ്ടല്ലോ, ഈ സ്ക്വയർ തുടങ്ങുന്ന ഈ ഭാഗത്ത് ആ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടണം. അവിടെയാണ് അതിന്റെ ലൈൻ വരേണ്ടത്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നുള്ള, അതായത് ഈ പ്ലാൻ എലിവേഷൻ എന്നുള്ള ഹൈറ്റ് ആയിരിക്കും അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഈ സ്ക്വയറിന്റെ ഈ എഡ്ജ് എന്ന് പറയുന്ന ഈ പ്രൊജക്ടേഴ്സ് എവിടെയാണോ ചെല്ലുന്നത് അവിടെയായിരിക്കും ഇതിന്റെ ഈ സ്ക്വയറിന്റെ സൈസ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഈ വൃത്തം എന്ന് പറഞ്ഞാൽ ഏത് വൃത്തമായിരിക്കും കാണുന്നത്? അതായത് ഈ ഉള്ളിലുള്ള ഈ ഡോട്ടഡ് ആയിട്ട് വരച്ചിരിക്കുന്ന വൃത്തമാണ് നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഈ ഡോട്ടഡ് ആയിട്ട് വരച്ചിരിക്കുന്ന വൃത്തം. ഓക്കെ, ഈ ഡോട്ടഡ് ആയിട്ട് വരച്ചിരിക്കുന്ന വൃത്തമാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പൊ ആ ഡോട്ടഡ് ആയിട്ട് വരച്ചിരിക്കുന്ന വൃത്തത്തിന്റെ എത്രയാണെന്ന്? 20 ആണ്. അപ്പൊ 20 എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ സെൻട്രൽ ലൈൻ വരച്ചിട്ട് ഇവിടുന്ന് 10 mm റേഡിയസ് എടുത്തിട്ടാണ് നമ്മൾ ഈ വൃത്തം വരയ്ക്കേണ്ടത്. 10. അതായത് സെൻട്രൽ ലൈൻ എങ്ങനെ എടുക്കുക? 40 ആണ് ഇവിടുത്തെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 40ന്റെ പകുതി 20-ലായിരിക്കും നമ്മൾ സെൻട്രൽ ലൈൻ ഇവിടെ വരയ്ക്കുക. ഈ ഇവിടുത്തെ എന്ന് വെച്ചാൽ ഈ സെൻട്രൽ ലൈൻ നമ്മൾ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ നമുക്ക് ഈ സെൻട്രൽ ലൈൻ കിട്ടും. അവിടെ നമ്മൾ 20 mm ഡയമീറ്ററിലുള്ള വൃത്തം വരയ്ക്കുക. അപ്പൊ റേഡിയസ് നമുക്ക് 10 ആയിരിക്കും. ഇനി നമുക്ക് ഇതിനെ ഡയമെൻഷൻ ചെയ്യാം. കാരണം ഇവിടെ ബാക്കിയുള്ള ഡയമെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി ഇവിടെ ബാക്കിയുള്ള വ്യൂകളിലെല്ലാം ഇതിന്റെ ഡയമെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ വിഡ്ത്ത് മാത്രം കൊടുത്താൽ അത് എത്ര? 60 ഉണ്ട്. പിന്നെ ഇതിന്റെ റേഡിയസ് എത്രയാന്നുള്ളത് അല്ലെങ്കിൽ ഡയമീറ്റർ എത്രയാന്നുള്ളത് കൊടുത്താൽ അത് ലീഡർ ലൈൻ ഉപയോഗിച്ച് നമ്മൾ 30 എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമുക്ക് വേണം, ഇതായിരിക്കും നമ്മുടെ ആ വ്യൂ നമുക്ക് കാണുമ്പോൾ ഉള്ളത്. നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ മായ്ച്ചു കളയേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ടൊന്ന് കാണാൻ വേണ്ടി മായ്ച്ചതാണ്. നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് മായ്ച്ചു കളയാൻ എന്തായാലും ലൈറ്റ് ആക്കി വരയ്ക്കുക. ഇതും ഒബ്ജക്ട് ലൈനുകൾ നമ്മൾ ഡാർക്ക് ആക്കി വരയ്ക്കുക. ഒബ്ജക്ട് ലൈനുകൾ ഡാർക്ക് ആക്കി മറ്റുള്ള ലൈനുകൾ ലൈറ്റ് ആയിട്ട് വരയ്ക്കുമ്പോൾ നമുക്ക് ചിത്രം നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇനി അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഇത് നമ്മൾ ഏത് സ്കെയിലാണ് വരച്ചത്, ഏതിന്റെ ഡയമെൻഷൻ എത്രയാന്നുള്ളതൊക്കെ യൂണിറ്റ് ഒക്കെ നമ്മൾ എഴുതി വയ്ക്കുക. സ്കെയിൽ എത്രയാ? 1:1 ആണ്. ഓൾ ഡയമെൻഷൻസ് ആർ ഇൻ mm ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക. അപ്പൊ ഇത് നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് മനസ്സിലാക്കിക്കൊണ്ട് വരയ്ക്കുക. നിങ്ങൾക്ക് മനസ്സിലായിട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കാണുക, പോസ് ചെയ്ത് നിർത്തിയിട്ട് ഓരോ ഭാഗങ്ങളും വരച്ചു തീർക്കുക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.